ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 8ാമത്തെ നക്ഷത്രമാണ് പൂയം. നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂയം വളരെയധികം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ശനി ഭഗവാൻ അധിപനായ ഈ നക്ഷത്രത്തിന്റെ രാശി കർക്കടകമാണ്. പ്രധാന സവിശേഷതകൾ: ഗുണങ്ങൾ: ശാന്തസ്വഭാവം, കൃത്യനിഷ്ഠ, ഈശ്വരവിശ്വാസം എന്നിവ പൂയം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഇവർക്കുണ്ടാകും. ശുഭകർമ്മങ്ങൾ: പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വിദ്യാരംഭത്തിനും പൂയം നക്ഷത്രം ഉത്തമമാണ്. ആരോഗ്യം: പൊതുവെ നല്ല ആരോഗ്യവാന്മാരായിരിക്കുമെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ആരാധന: പൂയം നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ലഭിക്കുമെന്നും കുടുംബത്തോട് കൂടുതൽ അടുപ്പം കാണിക്കുമെന്നും പറയപ്പെടുന്നു. ശനിഗ്രഹത്തിന്റെ സ്വാധീനമുള്ള പൂയം നക്ഷത്രം ജ്യോതിഷത്തിൽ സവിശേഷമായ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. ദൈവഗുരുവായ ബൃഹസ്പതിയാണ് ഈ നക്ഷത്രത്തിന്റെ അധിദേവത. അതിനാൽ തന്നെ അറിവ്, വിവേകം, ആത്മീയത എന്നിവയുടെ പ്രതീകമായി പൂയത്തെ കണക്കാക്കുന്നു. സ്വഭാവ സവിശേഷതകൾ: പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സത്യസന്ധരും കഠിനാധ്വാനികളുമായിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു പ്രവർത്തിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. വിനയവും മര്യാദയും ഇവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. കരിയറും സാമ്പത്തികവും: ഔദ്യോഗിക ജീവിതത്തെ ഇവർ മികച്ച അച്ചടക്കം പുലർത്തുന്നവരാണ്. അധ്യാപനം, നിയമം, ബാങ്കിംഗ്, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. പടിപടിയായുള്ള സാമ്പത്തിക വളർച്ചയാണ് ഇവരുടെ പ്രത്യേകത. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നതിൽ ഇവർ മിടുക്കരായിരിക്കും. കുടുംബജീവിതം: കുടുംബത്തോടും മാതാപിതാക്കളോടും വളരെയധികം സ്നേഹവും ബഹുമാനവും പുലർത്തുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. സമാധാനപരമായ അന്തരീക്ഷം വീട്ടിൽ നിലനിർത്താൻ ഇവർ എപ്പോഴും ശ്രമിക്കും. മക്കളിൽ നിന്ന് ഇവർക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും ലഭിക്കാറുണ്ട്. ചില പ്രധാന വിവരങ്ങൾ: മൃഗം ആട്, പക്ഷി ചകോരം, വൃക്ഷം അരയാൽ, ഗണം ദീവഗണം, യോനി പുരുഷൻ. പൂയം നക്ഷത്രക്കാർ വ്യാഴാഴ്ചകളിൽ വിഷ്ണുഭജനവും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനവും നടത്തുന്നത് ഐശ്വര്യദായകമാണ്.